ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL 17ാം സീസണിലെ കപ്പടിക്കുമെന്ന് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രാജസ്ഥാൻ റോയൽസ് പുറത്തായിരിക്കുകയാണ്. 36 റൺസിൻ്റെ പരാജയമാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങിയത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകരെല്ലാം മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് ടീമിന് സംഭവിച്ചതെന്ന് നോക്കാം. രാജസ്ഥാനെ തകർത്തത് ഒട്ടും പ്രമുഖരല്ലാത്ത പാർട്ട് ടൈം സ്പിന്നറായ അഭിഷേക് ശർമ്മയും ഷഹബാസ് അഹമ്മദും ചേർന്നാണ്. താരങ്ങളുടെ ബോളിങ്ങിൽ സഞ്ജു സാംസൺ അടക്കം കൂടാരം കയറുകയായിരുന്നു. ഇതാണ് ടീമിനെ തോൽവിയിലേക്ക് നയിച്ചത്. യശസ്വി ജയ്സ്വാളും ധ്രുവ് ജുറേലും ഒഴിച്ചാൽ ബാക്കി ബാറ്റ്സ്മാൻമാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്ന് വേണം കരുതാൻ. 176 റൺസ് എന്ന ടോട്ടൽ വളരെ ഈസിയായി ചേസ് ചെയ്ത് ജയിക്കാമായിരുന്നു എന്നാണ് സംഘക്കാർ പറഞ്ഞത്. ഒരു മികച്ച പാർട്ണർഷിപ്പ് ഇല്ലാതെ പോയത് വലിയ ഷോട്ടുകൾക്ക് താരങ്ങൾ മുതിർന്നതുമാണ് വിക്കറ്റുകൾ പോകാൻ കാരണമായത്. ഇതാണ് എല്ലാ ബാറ്റ്സ്മാൻമാരും ചെയ്തത്. ക്യാപ്റ്റൻ്റെ ഒരു മികച്ച പ്രകടനം ഈ സമയത്ത് വേണമെന്നായിരുന്നു ആരാധകർ പറയുന്നത്. ഇവിടെ ഒരു ക്യാപ്റ്റൻ്റെ പ്രകടനം ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജു സാംസന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന ദിവസമായി മാറുമായിരുന്നു അത്. അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചാണ് താരം പുറത്തായത്. സിംഗിളുകൾ എടുത്ത് ക്യാപ്റ്റൻ ഒരു സൈഡിൽ നിൽക്കണമായിരുന്നു. രാജസ്ഥാനും ചെന്നൈയും തമ്മിലുള്ള മത്സരത്തിൽ ഈ സ്റ്റേഡിയത്തിൽ ഋതുരാജ് ഗെയ്ക്വാഡ് രാജസ്ഥാനെതിരെ കളിച്ച ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു. താരം ആദ്യം മുതൽ അവസാനം വരെ നിന്ന് കളി ജയിപ്പിച്ചാണ് മടങ്ങിയത്. ഈ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസൺ കളിക്കേണ്ടിയിരുന്നത്. രാജസ്ഥാന്റെ സ്പിന്നർമാരായ അശ്വിനും ചഹലിന്റെയും പ്രകടനം ദയനീയമായിരുന്നു. ഇരുവരും ചേർന്ന് 77 റൺസാണ് വിട്ടുകൊടുത്തത്. 8 ഓവർ എറിഞ്ഞ ഇരുവരും ചേർന്ന് 77 റൺസാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റൊന്നും എടുത്തുമില്ല. ഈ സ്പിന്നർമാരുടെ ഒരു മികച്ച പ്രകടനം ഉണ്ടായില്ല. ഇത് ടീമിന് ഒരു മികച്ച പിന്തുണ നൽകിയില്ലെന്നത് വ്യക്തമാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ജോസ് ബട്ട്ലർ നാട്ടിലേക്ക് തിരിച്ചു പോയതോടെ ടോം കോഹ്ലർ കാറ്റ്മോറാണ് ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. താരം കഴിഞ്ഞ മത്സരത്തിൽ RCBക്കെതിരെയും തിളങ്ങിയില്ല. എങ്കിലും താരത്തെ മാറ്റാതെ ഈ കളിയിലും താരത്തെ തന്നെ സഞ്ജു സാംസൺ ഇറക്കി. താരം ടീമിനെ തുടക്കം മുതൽ ബോളുകൾ കളഞ്ഞ് സമ്മർദ്ദത്തിലാക്കി. ഈ നീക്കം അബദ്ധമായിരുന്നു. ധ്രുവ് ജുറേലിനെ ഓപ്പണിംഗിൽ ഇറക്കിയിരുന്നെങ്കിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചേനെ. ഇന്നലെ താരം മികച്ചൊരു ഇന്നിങ്സാണ് കളിച്ചത്. താരത്തെ ഓപ്പണിംഗ് ആയിട്ട് ഇറക്കുമായിരുന്നെങ്കിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനെ കൂടെ ടീമിൽ ഉൾപ്പെടുത്താൻ സഞ്ജുവിന് സാധിക്കുമായിരുന്നു. ഇതൊരു വലിയ പിഴവാണ്. തുടക്കത്തിലെ ബോളുകൾ നഷ്ടമായതോടെ രാജസ്ഥാൻ റോയൽസ് സമ്മർദ്ദത്തിന് അടിപ്പെടുകയായിരുന്നു. റിയാൻ പരാഗ് അടക്കം പിന്നീടുള്ള ബാറ്റ്സ്മാൻമാർക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഇത് രാജസ്ഥാനെ വിജയത്തിൽ നിന്നും പിന്നോട്ടടിച്ചു. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.